Hi, hello, assalamu alaikum, and welcome back to yet another brand new episode of Being Lu. So, എന്തൊക്കെയുണ്ട് വിശേഷം ഗൈസ്? സോ കുറേ കാലമായില്ലേ നമ്മൾ ഈ ഒരു റൂമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പം ഇറ്റ്സ് ബീൻ ലൈക്ക് കഴിഞ്ഞ ഏപ്രിലായിരുന്നു എൻ്റെ വെഡ്ഡിങ്. ഏപ്രിൽ 9th വെഡ്ഡിങ്. ഏപ്രിൽ 10th മുതൽ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്, വിച്ച് ഈസ് ഇൻ കോട്ടക്കൽ. പിന്നെ എനിക്ക് ഇവിടുന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഐ എം ബാക്ക് ഹോം. അപ്പം നമ്മൾ എന്തിനാണ് വീട്ടിലേക്ക് വന്നത് അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം അറിയുന്നുണ്ടാവും. ബിക്കോസ് നമ്മൾ ആ ഒരു ന്യൂസ് നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഫോട്ടോസ് വഴി ഒക്കെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ യെസ്, ഐ എം പ്രഗ്നൻറ്റ്. ലൈക്ക് ഇപ്പോൾ 7th month ഒക്കെ കഴിഞ്ഞു. ലാസ്റ്റ് February 25th ആയപ്പോൾ 7th month കഴിഞ്ഞു. ഇപ്പം 29 weeks + 3 days കറക്റ്റ് പറയുകയാണെങ്കിൽ. സോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഗൈസ്. സോ ആ ഒരു ന്യൂസ് ഒരു മെറ്റേണിറ്റി ഷൂട്ട് വഴി തന്നെ നിങ്ങളടുത്ത് പ്രസൻറ്റ് ചെയ്യണം, റിവീൽ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തത്. കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, അയ്യോ എനിക്ക് ഞാൻ എന്ത് പോസ്റ്റ് ചെയ്താലും there will be comments like pregnant ആണോ, ബിക്കോസ് നമ്മുടെ ഫേസിലും നമ്മുടെ ബോഡീസിലും വരുന്ന ചേഞ്ചസ് നമ്മൾ എന്നും പോസ്റ്റ് ഇടുന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിക്കുമ്പോൾ യൂഷ്വലി സ്വാഭാവികമായിട്ട് അവർ ചോദിക്കും. അപ്പം കുറേ പേര് ചോദിച്ചു, കുറേ പേർക്ക് അത് നോട്ടീസബിൾ അല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചവരൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തിരുന്നു, ബിക്കോസ് അത് മനഃപൂർവ്വം ഇഗ്നോർ ചെയ്തതല്ല. ബിക്കോസ് ഇങ്ങനൊരു മെറ്റേണിറ്റി ഷൂട്ട് നമ്മൾ പ്ലാൻ ചെയ്തതുകൊണ്ട് എനിക്ക് അങ്ങനെ തന്നെ ഇത് നിങ്ങളടുത്ത് എത്തിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊന്ന് സർപ്രൈസ് ആക്കി വെച്ചത്. അല്ലാണ്ട് ആരോടും മറുപടി തരാൻ എനിക്ക് ജാഡായതുകൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കരുത് കേട്ടോ. സോ അത് ഞാൻ മെയിനായിട്ട് എൻ്റെ കോളേജിലെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് ഞാനിത് ഒളിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടായത്. പക്ഷെ അവർക്കൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ. പിന്നെ ഒരു റീസണും കൂടെ ഉണ്ടായിരുന്നു, ബിക്കോസ് സെമിയുടെ ഫാമിലി കുറച്ചും കൂടെ റിസർവ്ഡ് ആണ്. ലൈക്ക് സെമി കുറച്ചും കൂടെ റിസർവ്ഡ് ആണ്. ഹി ബിലീവ്സ് ഇൻ ഈവിൽ ഐസ് അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 7th month ആകുമ്പം നമ്മൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തതാണ് ഇങ്ങനൊരു ഷൂട്ടൊക്കെ ചെയ്തിട്ട് നമുക്ക് പറയാം. അതിൻ്റെ മുന്നേ പറയണ്ട, ബിക്കോസ് നസർ ഇസ് റിയൽ എന്ന് നമ്മൾ രണ്ടുപേരും ഒരുപോലെ വിശ്വസിക്കുന്ന കാര്യം ആയതുകൊണ്ടാണ് നമ്മളത് കുറച്ചൊന്ന് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക ലേറ്റ് ആയത്. സോ 7th month ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മളിത് ഏകദേശം പോസ്റ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ. സോ ഒരുപാട് നല്ല കമൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് നല്ല എന്താ പറയുക പ്രയേഴ്സും ബ്ലെസ്സിങ്സും ഒക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഒരുപാട് സന്തോഷം. പിന്നെ 2-3 പേര് എൻ്റെ അടുത്ത് കമൻസ് വഴിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫാമ ഇതെന്തിനാ ഇപ്പോഴേ റിവീൽ ചെയ്തത്, ഡെലിവറിക്ക് ശേഷം പോസ്റ്റ് ഡെലിവറിക്ക് ശേഷം റിവീൽ ചെയ്താൽ പോരെ. ഐ എം എ കോണ്ടന്റ് ക്രിയേറ്റർ. എനിക്കിപ്പം എൻ്റെ ഫുൾ ടൈം ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററായിട്ട് വർക്ക് ചെയ്യുമ്പം ബേസിക്കലി എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യലും ഇതൊക്കെ നിർബന്ധമാണ്. അപ്പം ആ സമയത്തൊക്കെ ഇപ്പം 7th month ഒക്കെ ആകുമ്പോൾ പൊതുവേ നമ്മുടെ ടമ്മി വിസിബിൾ ആവാൻ തുടങ്ങും. നമുക്കത് ഒളിപ്പിച്ച് വെക്കാനുള്ളതിനൊരു പരിധികൾ, ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ആസ് എ പാർട്ട് ഓഫ് മൈ ജോബ് നമുക്കത് റിവീൽ ചെയ്തേ പറ്റുള്ളൂ. പെട്ടെന്നൊരു വീഡിയോയിൽ ടമ്മി കാണുമ്പോൾ എല്ലാവരും ചോദിക്കില്ലേ പ്രഗ്നൻ്റ് ആണല്ലേ, അങ്ങനത്തെ ഒരു ഇത് വേണ്ട. സോ ഐ ക്യാൻ ഡു പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസും ചെയ്യാമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മളിതിപ്പം റിവീൽ ചെയ്തത് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻഫർമേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പീരീഡും കൂടിയല്ലേ. സോ ഐ തോട്ട് ദിസ് ഈസ് ദ റൈറ്റ് ടൈം. പിന്നെ എല്ലാം കൂടെ ഇൻട്രഡക്ഷനിൽ തന്നെ പറഞ്ഞ് തീർക്കേണ്ട ഒരു ത്വര എനിക്കുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇസ് ബേസിക്കലി കുറച്ച് ലൈഫ് അപ്ഡേറ്റ്സ് പ്ലസ് നമ്മൾ പ്രഗ്നൻസി ന്യൂസ് നമ്മൾ പാരൻസിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ റിവീൽ ചെയ്തതും കൂടെ കുറച്ച് ക്ലിപ്സ് ആയിട്ട് ഞാൻ ഇവിടെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഫസ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ ബേബി ബംപ് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ കുറേ പേര് വയറുണ്ടോ, എങ്ങനെയാണ് വയറിങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. സോ ഇത്രയും വയറുണ്ട് ഗൈസ്, മാഷാല്ലാ മാഷാല്ലാ. 8th month എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ 29 weeks + 3 days ആണ് കറക്റ്റായിട്ട്. ഞാനിന്ന് ChatGPT-യിലൊക്കെ നോക്കിയിട്ടാണ് ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കാറ്. എനിക്കിങ്ങനെ കിതപ്പ് വരും കേട്ടോ സംസാരിക്കുമ്പോൾ, ഐ ഡോണ്ട് നോ വൈ. സോ യൂഷ്വലി അങ്ങനെ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞേക്കാം. സോ ദാറ്റ്സ് വൈ, സോ ഇഗ്നോർ ദാറ്റ്. അപ്പം UAE-ൽ എനിക്ക് തോന്നുന്നു നമ്മൾ പ്രഗ്നൻ്റ് ആയത് അറിയുന്നത് August 10th 2025 സോ അന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് പോസിറ്റീവായിട്ട് കാണുന്നത് കേട്ടോ. ഐ വാസ് ലൈക്ക് ഐ ഹാഡ് എ ക്ലൂ. എനിക്കറിയായിരുന്നു, കാരണം നമ്മുടെ LMP ഒക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുമല്ലോ. അങ്ങനെ ഒരു ഐഡിയ വെച്ച് നോക്കുമ്പം നമുക്ക് ഏകദേശം അറിയാം ഇറ്റ്സ് ലൈക്ക് ഹാപ്പനിങ് ആണോ എന്നുള്ളത് അറിയാം. അപ്പോൾ ഏകദേശം എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. സോ
ബട്ട് നമുക്ക് എന്തായാലും അത് പോസിറ്റീവായി കാണുമ്പോഴുള്ളൊരു ഒരു ഷോക്കൊക്കെ ഉണ്ടാവില്ലേ. ബട്ട് അതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തില്ല. അതൊക്കെ ഇറ്റ് വാസ് ലൈക്ക് മോസ്റ്റ് പ്യുവറസ്റ്റ് ഫോം. അപ്പോൾ എനിക്ക് ഫോണൊന്നും എടുത്ത് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു മനസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ വാസ് ടോട്ടലി ഇൻ ദ മൊമെൻ്റ് ആയിരുന്നു. സോ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. സോ ഓൾസോ വൺ മോർ തിങ് ഈസ്, ഞാൻ പപ്പേൻ്റെയും അമ്മേൻ്റെയും സോനുവിൻ്റെയും ഒക്കെ റിയാക്ഷൻ, ഇക്കാക്കേൻ്റെയും ഫിനുവിൻ്റെയും ഒക്കെ റിയാക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിലും സെമിയുടെ റിയാക്ഷൻ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. കാരണം ഐ തിങ്ക് അതും നമ്മൾ ഇൻ ദ മൊമെൻ്റ് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. അപ്പം അതൊന്നും റെക്കോർഡ് ചെയ്യാനുള്ളൊരു മനസ്സൊന്നും ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നില്ല. ഐ വാണ്ടഡ് ടു ഷെയർ ദിസ് ന്യൂസ് വിത്ത് ഹിം. പെട്ടെന്ന് പോയിട്ട് സെമി ഉറങ്ങിയിരുന്നു അന്ന്. അപ്പം അങ്ങനെ വിളിച്ച് ആളാകെ ഞെട്ടി, ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഈ ന്യൂസ് കേട്ടപ്പം ഞെട്ടി. ഹി വാസ് ലൈക്ക് ക്ലൂലെസ്, എന്താ ചെയ്യണ്ടേ എന്താ പറയണ്ടേ ഒന്നും അറിയില്ല. സോ എല്ലാവരും ഇത് ഫസ്റ്റ് ഡെലിവറി അല്ലേ, സോ അതിനെ കൊണ്ടുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഐ വാസ് ഓൾസോ വെരി ഹാപ്പി ഹിയറിങ് ദ ന്യൂസ്. അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് സെമിയുടെ പാരൻസിനെ നമ്മൾ അറിയിക്കുന്നത് ഇങ്ങനെ. കാരണം വി ഡിഡ്ന്റ് നോ ഹൗ ടു ഗിവ് എൻ ഇൻട്രൊഡക്ഷൻ ടു ദിസ് തിങ്. അപ്പം എങ്ങനെ പറയണം, എങ്ങനെ ഇതാക്കണം, വി ബോത്ത് വേ ഷൈ ആക്ച്വലി. എങ്ങനെ പറയണം എന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ലേ. സോ അതിന് നമ്മൾ കുറച്ച് ടൈം എടുത്തു. ലൈക്ക് നമ്മളെല്ലാവരും കൂടെ രാത്രി ഡിന്നറിന് പോയിട്ടാണ് നമ്മൾ ഇവരുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നത്, രണ്ടുപേരുടെ അടുത്തും. സോ അതും നമ്മൾ ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് ഇൻ ദ മൊമെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്തതാണ്. വി ഡിഡ്ന്റ് റെക്കോർഡ് ഓർ എനിത്തിങ്. കൂടുതലും എൻ്റെ പാരൻസിൻ്റെ റിയാക്ഷനും അതുപോലെ തന്നെ സെമിയുടെ ഫ്രണ്ട്സിൻ്റെ റിയാക്ഷനൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. സെമിയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മളിത് കുറച്ചും കൂടെ ഡ്രമാറ്റിക്കലൊക്കെ ആയിട്ട് നല്ല രസമായിട്ടാണ് പ്രസൻറ്റ് ചെയ്തത്. ബിക്കോസ് വി ഗോട്ട് ടൈം. എനിക്ക് തോന്നുന്നു സെമിയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമ്മളിത് പ്രസൻറ്റ് ചെയ്യുന്നത് ബൈ ദ 5th month ഓഫ് മൈ പ്രഗ്നൻസി. അപ്പം 5th month ഒക്കെ ഏകദേശം ആയപ്പം ഐ ഹാഡ് എ പ്ലാനിങ്, ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം അങ്ങനെ. ആദ്യമൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇതെങ്ങനെ പറയണം എങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. സോ ദാറ്റ് വാസ് സച്ച് എ വെരി നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരുടെ അടുത്ത് പറയുന്നത് കേട്ടോ, ഫ്രണ്ട്സിൻ്റെ അടുത്ത്. അത് ഞാൻ വീഡിയോ ആയിട്ട് ഇടാം. ഇപ്പം നമുക്ക് എന്തായാലും പാരൻസിൻ്റെ റിയാക്ഷൻ കണ്ടിട്ട് വരാം. കഴിഞ്ഞ August 10th ഞാൻ ഈ ന്യൂസ് അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുന്നത് കേട്ടോ. അവരുടെ ചിരിയിൽ തന്നെ ഉണ്ട് എത്രത്തോളം അവർ ഹാപ്പിയാണ് മാഷാല്ലാ എന്നുള്ളത്. അപ്പം ഇക്കാക്കിൻ്റെ അടുത്തും ഫിനുവിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിനുവിൻ്റെയും സോനുവിൻ്റെയും മിസ്സിങ് ആയി ചെറുതായിട്ട്. ഈ ഒരു വീഡിയോൻ്റെ സൗണ്ടും ഇങ്ങനെ പോയിന്ന് എനിക്കറിയില്ല. ബട്ട് സെക്കൻഡ് ഡേ തന്നെ ഷൈക്ക് എനിക്ക് ഒരു കേക്കൊക്കെ ആളുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സെയിങ് ലൈക്ക് ദിസ്. So he got to know that we are pregnant. So happy to hear about your growing family. Many blessings to you all. Lulu and say thank you. Thank you so much. Maybe? It's not chocolate. It is a kind of vanilla, I guess, no? സോ ഗൈസ്, അതായിരുന്നു എൻ്റെ പാരൻസിൻ്റെ റിയാക്ഷൻ. ദേ വെർ റിയലി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ടു ഹിയർ ദ ന്യൂസ്. കാരണം എന്താ പറയുക, കുറേ കാലമായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ലൈക്ക് ഒറ്റ മോളാണ് ഞാൻ. അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഒരു ബേബീനെ കാണുക എന്ന് പറയുന്നത് ഓൾ ദ ബ്രൗൺ പാരൻസ് അവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ആൻഡ് ദേ വെർ ടെല്ലിങ് മീ ലൈക്ക് ഗെറ്റ് പ്രഗ്നൻറ്റ് സൂൺ, ലൈക്ക് യു നോ യു ആർ ഓൾറെഡി 27. ലൈക്ക് എല്ലാ പാരൻസും പറയുന്ന പോലെ ദർ ഇസ് നോ പെർഫെക്റ്റ് ഏജ്, ലൈക്ക് അങ്ങനെയൊന്നുമില്ല ടു ഗെറ്റ് പ്രഗ്നൻറ്റ്. സോ whenever you are ready to afford a child, അപ്പം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ ഏജിൻ്റെ കാര്യമൊക്കെ നമ്മൾ പണ്ട് മുതലേ തയങ്ങി വരുന്ന സാധനങ്ങളാണത്. മൈ പാരൻസ് ഓൾസോ സേ ദാറ്റ് ടു മീ. പക്ഷെ നമ്മളതൊന്നുമല്ല, നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ടൈം ഉണ്ട് എല്ലാത്തിനും. അൽഹംദുലില്ലാഹ് ഈ ഒരു സമയത്താണ് പഠിച്ചോൻ എനിക്ക് ആ ഒരു ബ്ലെസ്സിങ് തന്നത്. അപ്പോൾ ഐ റിസീവ്ഡ് ഇറ്റ് വിത്ത് ഓൾ മൈ ഹാർട്ട്. കാരണം എനിക്കും ബേബീസിനെ ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ മൈ ഫാദർ ലവ്സ് ബേബീസ് അലോട്ട്. കാരണം എൻ്റെ ബ്രദറിനൊരു ബേബി ഉണ്ടല്ലോ, ഹൈസിനെ എല്ലാവർക്കും അറിയുണ്ടാവും ത്രൂ മൈ വീഡിയോസ്. അപ്പോൾ ഹൈസിന് ഇവിടെ ഭയങ്കര കാര്യമാണ്. അപ്പം അങ്ങനെ അപ്പോൾ ബേബീസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, എൻ്റെ പപ്പ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യുന്ന ഒരാളാണ്. എന്നെയും ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ എന്തായാലും എൻ്റെ ബേബി ഉണ്ടാകുമ്പോഴും ഹീ ഈസ് വെരി എക്സൈറ്റഡ്. സോ ലൈക്ക് ദാറ്റ്. പിന്നെ സോനുവിനാണെന്നുണ്ടെങ്കിലും മാമാന്ന് വിളിക്കാൻ ഒരാളായി എന്നുള്ളൊരു കൈൻഡ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഫിനുവിൻ്റെ ഇക്കാക്കിൻ്റെ ഐ തിങ്ക് ഞാൻ വീഡിയോ കോൾ ചെയ്തത് റെക്കോർഡ് ചെയ്തിട്ടില്ല. ബിക്കോസ് അന്നെന്തോ ഒരു വേറെ മൈൻഡിലായിപ്പോയി എന്ന് തോന്നുന്നു വെൻ ഐ വാസ് ഷെയറിങ് ദ ന്യൂസ് വിത്ത് ദെം. So like that was the honest
റിയാക്ഷൻ ഓഫ് മൈ പാരൻസ്. ഇനി നമുക്ക് ഫ്രണ്ട്സിൻ്റെ റിയാക്ഷൻ കാണാം. ഇറ്റ് വാസ് വെരി ഡ്രമാറ്റിക്കൽ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാർഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് പോയത്. എന്തായാലും നിങ്ങളത് കണ്ടിട്ട് വരും. നമ്മളെ ഗൗതം, നന്ദു, ഫാസിൽ ഗ്യാങ്ങിൻ്റെ അടുത്തൊക്കെ ഇത് പറയാൻ പോവാണ്. വാച്ചുവിൻ്റെ അടുത്ത് പറയാൻ പോവാണ്. വാച്ചു എന്തായാലും ഞെട്ടും, ഐ നോ. സോ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് കാർഡ് ഐ ഗീവ് ദം 3 ഈ കാർഡ്, എന്നിട്ട് അവരിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ കാർഡ് ഞാൻ ആദ്യം കാണിച്ചു നിങ്ങൾക്ക്. ഇറ്റ്സ് എ വെരി ക്യൂട്ട് കാർഡ്. ഇറ്റ്സ് സേസ് ലൈക്ക് someone wants to say hello, and ഇതിൻ്റെ ഉള്ളിൽ we have our pregnancy scan. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ പ്ലാൻ. ആരൊക്കെ ഞെട്ടും ആരൊക്കെ ഞെട്ടില്ല, എന്തായാലും എല്ലാവരും ഞെട്ടും. കാരണം ഇവർക്ക് ആർക്കും ഞാനൊരു ക്ലൂ മുന്നേ കൊടുത്തിട്ടില്ല. ഞാൻ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡും കൊടുത്തിട്ടില്ല. സോ നമുക്ക് റിയാക്ഷൻ കണ്ടു നോക്കാം. YouTube. Okay. Couples ഒരുമിച്ചിരിക്കുക. ഫാസില് നന്ദു. Okay. ഞാൻ പറയുമ്പോൾ മാത്രം ഓപ്പൺ ആക്കാൻ പാടുള്ളൂ. Okay. ഞാൻ പറയുമ്പോ എല്ലാം കൂടെ ഒന്നാണ്. Okay. Ready? 1, 2, 3 start open. Nice. She wanted to say it. എന്റെ GS. So that was Semi's best friend's reaction. Mainly സെമിക്ക് 3 ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. നന്ദു, ഗൗതം, ഫാസിൽ, അങ്ങനെ. പിന്നെ ശബരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും കൂടി ഉണ്ട്. പക്ഷെ ആളുടെ റിയാക്ഷൻ നമ്മൾ വീഡിയോയിലൊന്നും എടുത്തില്ല കേട്ടോ. പക്ഷെ ഇറ്റ് വാസ് ഓൾസോ വെരി ക്യൂട്ട് കൈൻഡ് ഓഫ് തിങ്. നമ്മളൊരു ഡിന്നർ ഡേറ്റിന് എല്ലാവരും കൂടെ പോയപ്പോഴാണ് അവരുടെ അടുത്ത് കാര്യം പറയുന്നത്. സോ ദിസ് പീപ്പിൾ നമ്മളൊരു സ്ലീപ്പ് ഓവറിന് പോയ സമയത്താണ് ഇവരുടെ അടുത്ത് ഇങ്ങനെ കാര്യമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി. അതിൽ വാച്ചു ഇസ് വെരി ക്ലോസ് ടു മീ. സോ ഷി വാസ് ഓൾസോ വെരി, ബിക്കോസ് വി ഡിഡ്ന്റ് ഗീവ് ദം ഒരു ക്ലൂ പോലും കൊടുത്തില്ല. സോ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ഷോക്കായി, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി. സോ ദാറ്റ് വാസ് ഓൾസോ എ നൈസ് തിങ്. സോ കുറേ പേര് എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ എൻ്റെ പാരൻസിൻ്റെ റിയാക്ഷനൊക്കെ എന്തായിരുന്നു അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിട്ടോ. സോ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി വീഡിയോ എന്നേ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മളിത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുമ്പോൾ പിന്നെ നമുക്ക് തന്നെ എടുത്ത് കാണുമ്പോൾ രസമല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ പറയാം. എൻ്റെ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ എങ്ങനെയുണ്ടായിരുന്നു എന്നും കൂടെ പറയാം. സോ നമുക്ക് ഒരുപാട് കണ്ടന്റ്സ് ഒക്കെ ചെയ്യാം കേട്ടോ. പ്രഗ്നൻസി റിലേറ്റഡ് കണ്ടന്റ്സ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെയ്യാം. നമുക്ക് ഹോസ്പിറ്റൽ ബാഗിനെ പറ്റി ചെയ്യാം. കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറേ കണ്ടന്റ്സ് ചെയ്യാനുണ്ട് ഇൻഷാല്ലാ. ഇഫ് ഐ എം ഹെൽത്തി ആൻഡ് ഓൾ എനർജറ്റിക് നമുക്കതെല്ലാം ചെയ്യാം. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് എൻ്റെ പ്രഗ്നൻസി അൽഹംദുലില്ലാ മാഷാല്ലാ ഒരു സ്മൂത്ത് പ്രഗ്നൻസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഐ വാസ് നോട്ട് എ പേഴ്സൺ ഹു കീപ്പ് ഓൺ വോമിറ്റിംഗ്, അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ദ ഓൺലി തിങ് ഐ ഫേസ്ഡ് വാസ് ലിറ്റിൽ ടയേർഡ്നെസ്. അതുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഉറക്കം, ക്ഷീണം അത് കുറച്ച് കൂടുതലായിരുന്നു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ. പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്ററൊക്കെ ആയ സമയത്ത് ഐ വാസ് വെരി ആക്റ്റീവ്. ഞാൻ കൂടുതൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചത് എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ്. ബിക്കോസ് ദാറ്റ് ടൈമിൽ അമ്മ വാസ് നോട്ട് ദെയർ അറ്റ് ഹോം, ഷി വാസ് ഓൺ ഹർ വെക്കേഷൻ. അപ്പോൾ ആ സമയത്ത് ഐ വാസ് ഓൺലി അറ്റ് ഹോം. ആ സമയത്ത് നമ്മൾ തന്നെയാണ് ഐ ക്യാരിഡ് മൈസെൽഫ് ആൻഡ് ഐ കുക്ക്ഡ് ഫോർ മൈസെൽഫ് ആൻഡ് കുക്ക്ഡ് ഫോർ സമീർ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് വാസ് എ ഹെൽത്തി പ്രഗ്നൻസി ത്രൂ ഔട്ട് മാഷാല്ലാ. എനിക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആൻഡ് ഐ വാസ് ഓൾസോ ഡൂയിങ് മൈ ജോബ്. എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും ഞാൻ സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. സോ അതിലൊന്നും ഒരു മുടക്കവും ഇതുവരെ വന്നിട്ടില്ല ബിക്കോസ് ഓഫ് മൈ പ്രഗ്നൻസി, ബിക്കോസ് ഓഫ് മൈ ബേബി. സോ അതുകൊണ്ടൊക്കെ അൽഹംദുലില്ലാ സ്മൂത്ത് ആയിരുന്നു കേട്ടോ. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുജൈറയിൽ ആസ്റ്ററിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഇത് നമ്മളൊരു പ്ലാൻഡ് പ്രഗ്നൻസി ഒന്നും അല്ലാത്തതുകൊണ്ട് കുറേ കാര്യങ്ങൾ, ഇൻഷുറൻസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വി തോട്ട് ഓഫ് പ്ലാനിങ് നമ്മുടെ ഫസ്റ്റ് ഡെലിവറി നാട്ടിൽ തന്നെ ആയിക്കോട്ടെ. പിന്നെ നമുക്ക് നല്ല അറ്റൻഷനും കിട്ടുമല്ലോ പാരൻസിൻ്റെ കൂടെ ആവുന്ന സമയത്ത്. ആൻഡ് ഓൾസോ വി ക്യാൻ ഡു പോസ്റ്റ് നാറ്റൽ കെയർ ഹിയർ ഇൻ കേരള നൈസായിട്ട്.
സോ പൊതുവേ നമുക്ക് യു എയിൽ ഡെലിവറി എന്ന് പറയുമ്പം വിത്തൗട്ട് ഇൻഷുറൻസ് ഇറ്റ്സ് എ വെരി എക്സ്പെൻസീവ് തിങ് ടു ഡു. അപ്പം അതുകൊണ്ട് നമ്മൾ നാച്ചുറലി ഇവിടെ ഡെലിവറി പ്ലാനാക്കി. ഇവിടെ കോഴിക്കോട് മാത്രിയിലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. മാത്രിയ ഇറ്റ്സ് ആൻ എക്സ്ക്ലൂസീവ് മെറ്റേണിറ്റി ഹോസ്പിറ്റൽ ഫോർ വിമൻ ആൻഡ് ചൈൽഡ്. നല്ല അടിപൊളി ഹോസ്പിറ്റലാണ്. ഡോക്ടർ ഗോപികനെയാണ് ഞാൻ കൺസൾട്ട് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് കുറച്ച് ലൈഫ് അപ്ഡേറ്റ്സ്. സോ ഒരു February 21st ഒക്കെ ആയ സമയത്ത് എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ കൂട്ടിക്കൊണ്ടുവന്നതല്ല, ആക്ച്വലി എന്നെ ഡ്രോപ്പ് ചെയ്തതാണ് എൻ്റെ വീട്ടിൽ. ബിക്കോസ് മൈ പാരൻസ് വെയർ ഇൻ സൗദി. അവരന്ന് രാവിലെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അവരെ കാണാനുള്ളൊരു ത്വര കൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടി വന്നതാണ്. അപ്പോൾ കൂട്ടിക്കൊണ്ടുവരൽ ഒരു ഒഫീഷ്യൽ ചടങ്ങായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല. ആക്ച്വലി നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ വെച്ച് നോക്കുമ്പോൾ അതൊരു ചടങ്ങായിട്ട് കഴിക്കേണ്ടതൊക്കെയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കതിന് പറ്റിയിട്ടില്ല. ബിക്കോസ് സെമിയുടെ പാരൻസിൽ അമ്മയ്ക്ക് വരാൻ പറ്റിയിട്ടില്ല ബിക്കോസ് ഓഫ് എ പാസ്പോർട്ട് ഇഷ്യൂസ്. ഉപ്പ മാത്രമേ നാട്ടിൽ വന്നിട്ടുണ്ടായുള്ളൂ. ഉപ്പയും ദ ഡേ ബിഫോർ മൈ പാരൻസ് ലാൻഡഡ് ആണ് നാട്ടിലെത്തിയത്. ഞാനും സെമീറുമാണ് ആദ്യം എത്തിയത്. സോ അതുകൊണ്ട് നമ്മുടെ പ്ലാനിങ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് തെറ്റിയപ്പം ദേ ഡ്രോപ്ഡ് മീ ഹിയർ. പിന്നെ എന്നെ 21st ഇവിടെ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അന്ന് 21st ഈവനിങ് സെമിയുടെ ഫ്ലൈറ്റ് ആണ്. സോ ദാറ്റ്സ് വൈ പിന്നെ ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റേ അലോൺ ഇൻ കോട്ടക്കൽ ഹൗസ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ എന്നെ ഇവിടെ ഡ്രോപ്പ് ആക്കി തന്നു. അങ്ങനെയൊക്കെയായിരുന്നു. ആ ഒരു കൂട്ടിക്കൊണ്ടുപോകലിൻ്റെ വ്ളോഗും നമ്മൾ റൂം റീഅറേഞ്ച് ചെയ്യുന്ന വ്ളോഗും ഒക്കെ ഈ ഒരു വ്ളോഗിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ ലൈഫിൽ ഈ പ്രഗ്നൻറ്റ് ടൈമിൽ തന്നെ ഒരു മേജർ ലൈഫ് അപ്ഡേറ്റ് ഹാപ്പൻഡ് വാസ് ലൈക്ക് മൈ UAE ഇൻഫ്ലുവൻസർ ലൈസൻസ്. ഞാൻ ഒട്ടും എനിക്ക് എന്താ പറയുക പ്രൊഡക്റ്റീവ് ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ പ്രഗ്നൻസിനെ കൊണ്ട് ഐ വിൽ ബി ടയേർഡ് എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ്. ബട്ട് അൽഹംദുലില്ലാ ഇറ്റ് വാസ് ലൈക്ക് ഒരു സ്മൂത്ത് പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു 7 months ആയിരുന്നു. സോ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ എൻ്റെ ഇൻഫ്ലുവൻസർ ലൈസൻസ് എടുത്തപ്പോൾ I was very proud of myself, and also Semi supported me a lot. Okay, Semi was everything, like throughout എന്താ പറയുക എല്ലാത്തിലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് ആളാണ്. സോ ഹി വാസ് വെരി സപ്പോർട്ടീവ്. അതുകൊണ്ട് തന്നെ ഐ ടുക്ക് മൈ UAE ഇൻഫ്ലുവൻസർ ലൈസൻസ്. അത് പിന്നെ അവിടെ വേണം, നിർബന്ധമാണ്. നമുക്ക് എന്ത് പ്രൊമോഷൻ, മേ ബി ഇറ്റ്സ് ബട്ടർ പെയ്ഡ്, എന്താണെങ്കിലും ഒരു കമ്പനീനെ പറ്റി അല്ലെങ്കിൽ ഈവൻ ഒരു ലിപ്സ്റ്റിക് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ വരെ നമ്മളതിന് ലൈസൻസ് എടുത്തിട്ടില്ലെങ്കിൽ അത് ഫൈൻ അടയ്ക്കേണ്ടതായിട്ടുള്ള കാര്യമായിട്ട് വരും. സോ അതുകൊണ്ട് നമ്മൾ UAE ഇൻഫ്ലുവൻസർ ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായി. സോ ഓൾ ദാറ്റ് വാസ് ഡ്യൂറിങ് മൈ ഈ ഒരു പ്രഗ്നൻസി പീരിയഡ് എന്നുള്ളത് പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ ഐ കുഡ് ഡു ദാറ്റ്, ഐ വാസ് ഏബിൾ ടു ഡു. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഈ ഒരു കൈൻഡ് ഓഫ് ചേഞ്ചസ് ഒന്നും ഷുഡ് നോട്ട് എഫക്റ്റ് വാട്ട് വി ആർ ഡൂയിങ് എന്നുള്ളത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഈവൻ ഇഫ് ഐ എം ഹാവിങ് എ ബേബി ഐ ഷുഡ് ഡു മൈ ജോബ്, അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡാണ് എനിക്ക്. ഇൻഷാല്ലാ പറ്റട്ടെ, എല്ലാവർക്കും പറ്റട്ടെ. പിന്നെ എൻ്റെ ഫേസിൽ വന്ന ചേഞ്ചസ് എല്ലാവരും പറഞ്ഞു, ലൈക്ക് കുറച്ച് ബബ്ലി ആയി, ചബ്ബി ആയി ഫേസ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നോർമലി എല്ലാവർക്കും ആവുന്ന ചേഞ്ചസ് ആണ്. കുറേയൊക്കെ നീരായിരിക്കും കേട്ടോ. ആൻഡ് ഓൾസോ നോസൊക്കെ നമുക്ക് കുറച്ച്, ഈ നോസ് വലുതായതാണ്. ഓൾറെഡി ഐ ഹാവ് എ ബിഗ് നോസ്, അതിൻ്റെ ഇടയിൽ കുറച്ചും കൂടെ നീര് വെച്ചപ്പോൾ അതൊന്നുകൂടെ വലുതായി. സോ ഇതൊക്കെ നമുക്ക് പോസ്റ്റ് ഡെലിവറിക്ക് ശേഷം മാറ്റിയെടുക്കാം, അതൊന്നും വിഷയമല്ല. സോ ഐ കാൺട്ട് വെയിറ്റ് ടു മീറ്റ് മൈ ബേബി. ഇൻഷാല്ലാ എല്ലാവരും ഒരു സ്മൂത്ത് ഡെലിവറിക്കൊക്കെ ദ്വാരക്കുക. അപ്പോൾ ഇതൊക്കെയുള്ളൂ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ള വിശേഷങ്ങൾ. എൻ്റെ ഒരു ജേർണി ഫുള്ളി ഞാൻ ഇതിൽ ഡോക്യുമെൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ വാട്ട് എവർ യു വാണ്ട് ടു സീ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ, നമുക്കതൊക്കെ ചെയ്യാം ഇൻഷാല്ലാ. എനിക്കറിയാം എൻ്റെ മേജർ ഓഡിയൻസ് എന്ന് പറയുന്നത് ലേഡീസാണ്, അപ്പോൾ അവർക്ക് കാണാൻ ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഗൈസ് ഇവിടെ ഏകദേശം ടൈം ഇസ് 5:45 കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഐ ലുക്ക് ഫോർവേഡ് ടു ഇറ്റ്. എനിക്കിഷ്ടമാണ് കമൻറ്റ്സ് നിങ്ങളുടെ വായിക്കാൻ വേണ്ടിയിട്ട്. ഐ റിപ്ലൈ ടു ഓൾമോസ്റ്റ് എല്ലാ കമൻറ്റ്സും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ യു ഓൾ ഇൻ ദ അതർ വീഡിയോ. അൺടിൽ ദെൻ മസ്സലാമ.